ഞാൻ ആ ഖുറൈശിയിൽപ്പെട്ട ആളാണ്. ഇതോട് കൂടെ എല്ലാ ഖുറൈശികളെക്കാളും എല്ലാ ജനങ്ങളെക്കാളും വാദ് ഉച്ചരിക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ ഒരക്ഷരം ഉച്ചരിക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ സന്താനങ്ങളെ ഖുർആൻ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഫാത്തിഹ നിർബന്ധമായി നല്ല നിലയിൽ പഠിപ്പിക്കണം. ആ പരിശുദ്ധ ഖുർആൻ യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കും. വയുസക്കിഹിം, ആ ഖുർആനെ കൊണ്ട് ഖുർആൻ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ശുദ്ധീകരിക്കും. അപ്പോൾ ആത്മശുദ്ധീകരണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് പല വഴികളും ഉണ്ട്. ആ വഴികളും മുഴുവനും ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നു. ധാരാളം കച്ചവടക്കാർ ഇരിക്കുന്ന സദസ്സാണ്. അവർ കൂടി ശ്രദ്ധിക്കേണ്ട വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അവിടുന്ന് സകാത്ത് വാങ്ങണം. ജനങ്ങളോട് സകാത്ത് വാങ്ങണം. തുതഹിറുഹും, ആ സകാത്ത് മുഖേന തങ്ങൾ അവരെ ബാഹ്യമായ മുഴുവൻ ശുദ്ധീകരണവും വരുത്തുന്നു. വതുസക്കീഹിം ബിഹാ, ആ സകാത്ത് മുഖേന അവരുടെ ആന്തരികമായ ആത്മീയമായ ശുദ്ധീകരണവും വരുത്തുന്നു. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, ജനങ്ങളുടെ ബാഹ്യമായ ശുദ്ധീകരണം, ആത്മീയമായ ശുദ്ധീകരണം, ഈ രണ്ട് ശുദ്ധീകരണവും സകാത്ത് മുഖേന തങ്ങൾ ചെയ്യുന്നു. എന്താണ് സകാത്ത്? കച്ചവടത്തിന് സകാത്ത് കൊടുക്കണം. കച്ചവടം ആരംഭിച്ച ദിവസം മുതൽ ഒരു വർഷം തികയുമ്പോൾ ആ കച്ചവട സ്വത്തുക്കൾ കണക്ക് കൂട്ടി അവന്റെ ആ കച്ചവടത്തിലുള്ള മുഴുവൻ സംഖ്യയും സാധനവും എല്ലാം കണക്ക് കൂട്ടി സകാത്തിന്റെ നിശ്ചിത സംഖ്യ ഉണ്ടെങ്കിൽ 2.5% അത് പാവപ്പെട്ടവർക്കുള്ളതാണ്, നിനക്കതിന് അവകാശമില്ല. ആ 2.5% കച്ചവടക്കാരൻ കൊടുക്കുന്നില്ല എങ്കിൽ അവന്റെ മുഴുവൻ സ്വത്തുക്കളും മലിനമായി പോയി. മുഴുവൻ സ്വത്തുക്കളും ചീത്തയായിപ്പോയി. അത് അവന് തിന്നാൻ പറ്റാത്ത, അവന് ഉപയോഗിക്കാൻ പറ്റാത്ത നീച വസ്തുവായി മാറി. അത് തിന്നാലോ കുല്ലു ലഹ്മിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നീ സകാത്ത് കൊടുക്കേണ്ട ക്രമപ്രകാരം കണക്കുകൂട്ടി 2.5% പാവപ്പെട്ടവർക്ക്, അർഹതയുള്ളവർക്ക്, സകാത്തിന് അർഹതയുള്ള, വാങ്ങാൻ അർഹതയുള്ളവർക്ക് നീ കൊടുക്കാതെ അത് നിന്റെ മറ്റ് സമ്പത്തിൽ കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ ആ സമ്പത്ത് മുഴുവനും ഹറാമായി കഴിഞ്ഞു. കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി
ഈ ഹറാമ് ഭക്ഷിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ശരീരം, നിന്റെ ശരീരവും നിന്റെ ഭാര്യയുടെ ശരീരവും നിന്റെ മക്കളുടെ ശരീരവും നീ ഈ സമ്പത്ത് കൊടുക്കുന്ന ആളുകളുടെ മുഴുവൻ ശരീരവും നരകത്തിലിട്ട് കത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ സകാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവർ കൊടുക്കണം. കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഒരു അർത്ഥം ശുദ്ധി എന്നാണ്, മറ്റൊരു അർത്ഥം വളർച്ച എന്നാണ്, വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അർഹമായ സകാത്ത് കൊടുത്താൽ ബാക്കിയുള്ള സ്വത്ത് മുഴുവനും ശുദ്ധിയാണ്. നിന്റെ ശരീരം ശുദ്ധിയായി, നിന്റെ സമ്പത്ത് ശുദ്ധിയായി. അതുകൊണ്ട് വളർച്ചയുമുണ്ടാകും. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാമിലേക്ക് തന്നെ അല്ലാഹു തആല വഹി അറിയിച്ചു. ആദം നബിയുടെ മക്കളോട് പറയാം, യബ്ന ആദം അൻഫിഖ്, ഓ മനുഷ്യ നീ ചെലവഴിക്കണം, നീ സമ്പത്ത് ചെലവഴിക്കണം. എന്നാൽ അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ ചെലവഴിക്കും. അഥവാ നീ കൊടുക്കേണ്ടത് കൊടുത്താൽ നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. നിനക്ക് സമ്പത്തുണ്ടായത് നിന്റെ ഹിക്മത്ത് കൊണ്ടല്ല, നിന്റെ തന്ത്രം കൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടും തന്ത്രമുണ്ടായതുകൊണ്ടും മാത്രം സമ്പത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ എത്രയെത്ര വിദ്യാഭ്യാസമുള്ളവർക്ക് സമ്പത്തില്ലാതെയുണ്ട്, എത്ര ബുദ്ധിയുള്ളവർക്ക് സമ്പത്തില്ലാതെയുണ്ട്, എത്ര കച്ചവടക്കാർ പാപ്പറായി പോകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നതാണ് എന്ന വിശ്വാസത്തോടുകൂടി وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന്റെ മുമ്പ് നമ്മൾ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കണം. അല്ലാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം. മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, അല്ലാഹു തആല നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഏറ്റവും ചുരുക്കിയത് നിർബന്ധമായ സകാത്തിൽ സദഖ വേണം. ഏറ്റവും ചുരുക്കിയത് നിർബന്ധമായ സദഖ സകാത്ത്, അത് നാം കൊടുത്തേ പറ്റും. അതിൽ പ്രധാനമായത് ഇന്ന് നമ്മുടെ ലോകത്ത് കച്ചവടത്തിന്റെ സകാത്ത് വേണം. മറ്റൊന്ന് റമദാൻ അവസാനിക്കുന്ന സമയത്തുള്ള ഫിത്ർ സകാത്ത്. അത് വളരെ ചെറിയ സിമ്പിൾ. ഒരു സാഹ് ഗോതമ്പ് അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ നാട്ടിൽ ഭക്ഷിക്കപ്പെടുന്ന പ്രധാന ധാന്യം. ഒരു സാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ അളവ് അനുസരിച്ച് 3 ലിറ്റർ 200 മില്ലി ലിറ്റർ ഇത്രയും ചുരുങ്ങിയ ഒരു കതിരാണ് ഒരു സാഹ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേണ്ടി കൊടുക്കേണ്ടത് അതാണ്. ഭാര്യയ്ക്ക് വേണ്ടി അതുപോലെ മറ്റൊരു സാഹ്, മക്കൾക്ക് വേണ്ടി ഓരോ വ്യക്തിക്കും ഓരോ സാഹ്, അവന്റെ അധീനത്തിൽ ചെലവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു സാഹ്. ഇങ്ങനെ ഫിത്ർ സക്കാത്ത് റമദാൻ മാസം അവസാനിച്ചു കഴിഞ്ഞാൽ കൊടുത്തുകൊള്ളണം. ഇതിനുപോലും ലുപ്തത കാണിക്കുന്ന ബഹീലന്മാർ ഈ ലോകത്തെത്രയുണ്ട്. ഈ ചെറിയ സാധനം കൊണ്ട് അവന്റെ സമ്പത്ത് മുഴുവനും നശിപ്പിക്കുകയാണ്. അവന്റെ ശരീരം മുഴുക്കെ അവൻ ഹറാമാക്കി മാറ്റുകയാണ്, നരകത്തിൽ കത്തിക്കാൻ അനുയോജ്യമാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുദ് മിൻ
അംവാലിഹിം സദഖത്തൻ അവരുടെ സമ്പത്ത് മുഴുവനും എന്ന